ഒരു പുതുയുഗം ഓഫർ ചെയ്തുകൊണ്ട് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുത്തിരിക്കുകയാണെന്ന്. അപ്പോൾ സുജാതൻ ഓരോ മന്ത്രിസഭയുടെ തുടക്കങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അതൊക്കെ വളരെയധികം കീനായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണല്ലോ. ഓരോ മന്ത്രിസഭ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിപ്പറ്റാനായിട്ടുള്ള ആൾക്കാരുടെ വ്യഗ്രതയാണ്. പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ അധികാരികൾ അവതാരങ്ങളുടെയൊക്കെ വ്യഗ്രതയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം, ഒരു വരുമാന സ്രോതസ്സായിട്ട് മാറ്റിയിരിക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫിന്. ഉദാഹരണത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിലേക്ക് ഓരോ മന്ത്രിമാർക്ക് 25 മുതൽ 30 വരെ അംഗങ്ങളാണ് അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നത്. ഇവർ പറയുന്നത് ഒഴിഞ്ഞ ഒരു ട്രഷറിയാണ് നമ്മുടെ സതീഷിനെയും മന്ത്രിസഭാ അംഗങ്ങളെയും കാത്തിരിക്കുന്നത്. ആ സമയത്ത് ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓസ്റ്ററിറ്റി മെഷേഴ്സ് വേണ്ടതല്ലേ? ഒരു മന്ത്രിക്ക് ഇത്ര 25-30 പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് ഈ മന്ത്രിമാരുടെ സ്റ്റാഫായി നിയമിക്കുന്ന രീതിയും ആ സമ്പ്രദായവും. എന്തെന്ന് വെച്ചാൽ ഇതിന് യാതൊരു വ്യവസ്ഥയുമില്ല. ഇവർക്ക് നിയതമായൊരു യോഗ്യത കൽപ്പിക്കുന്നില്ല. ഇവരെ നമ്മൾ ഈ നിയമന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇവരെ ഇഷ്ടമുള്ള ആളുകളെ, രാഷ്ട്രീയ ഭിക്ഷാന്തീകികളെ തിരികെ കയറ്റുവാനുള്ള ഒരു ലാവണമായിട്ടാണ് മന്ത്രി ഓഫീസുകൾ പലപ്പോഴും മാറിയിട്ടുള്ളത്. ഇവർക്ക് പിന്നെ വലിയ വലിയ തസ്തികകൾ തീരുമാനിച്ച് ഭാരിച്ച ശമ്പളം ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കും. അതുമാത്രമല്ല, അവരൊരു 2 വർഷം കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്ത പെൻഷനും. 2 വർഷത്തെ സേവനത്തിന് എവിടെങ്കിലും പെൻഷൻ കൊടുക്കുന്ന ഒരു ജോലി ഈ പണിയല്ലാതെ വേറൊന്നുമില്ല, ലോകത്തിൽ ഒരിടത്തുമില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഗവൺമെൻറ് സർവീസിൽ ടെസ്റ്റ് എഴുതി, PSC ടെസ്റ്റ് എഴുതി കാത്തിരുന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്ന ഒരാളിന് മിനിമം ഒരു നിശ്ചിത കാലം 10 വർഷമെങ്കിലും ജോലി ചെയ്താലേ അയാൾക്ക് ഒരു ചെറിയ പെൻഷൻ അർഹതയുള്ളൂ. ഫുൾ പെൻഷൻ കിട്ടണമെങ്കിൽ 20 വർഷം കഴിയണം. 20 വർഷം കഴിയാതെ അയാൾക്കൊരു ഫുൾ പെൻഷനർ ആവാൻ പറ്റില്ല. എന്നിരിക്കെ ഇത് ഹ്രസ്വകാലത്തേക്ക് വന്ന് അവിടെ വന്ന് പിന്നെ പേര് രേഖപ്പെടുത്തി പോകുന്ന ആളുകൾക്ക് 2 കൊല്ലം കഴിയുമ്പോൾ അവൻ്റെ മരണം വരെ പെൻഷൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഫുൾ പെൻഷൻ. അപ്പോൾ ഈ സമ്പ്രദായം ഒരു രാഷ്ട്രീയ കൊള്ളയാണ്. ഇത് രാഷ്ട്രീയ അഴിമതിയാണ്. ഇത് മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കേണ്ട ഒരു തിന്മയും കൂടിയാണ്. സതീശൻ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കാൻ പോകുന്നതെന്ന്, ഇനി പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളെ എടുക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നും ജനങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാർക്ക് സേവ പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു ദാനം പോലെ കൊടുക്കുന്ന അവസരമാണിത്. ഇത് കൈപ്പറ്റാനായിട്ട് ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് തമ്പടിച്ചിട്ടുണ്ട്, ഇനിയും വരും. ഓരോ മന്ത്രി ആരെന്നും അവരുടെ വകുപ്പ് എന്തെന്നും അറിയുന്നതിന് മുമ്പ് തന്നെ അവർ തിരുവനന്തപുരത്ത് വന്ന് സ്റ്റാഫിൽ കടന്നുകൂടാൻ ശ്രമിക്കും. ഗവൺമെൻറ് മുമ്പൊക്കെ ആരംഭകാലത്തൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ആളുകളെ വൈദഗ്ധ്യം നോക്കി പുറത്തുനിന്ന് എടുക്കുന്ന ഒരു കീഴ്വഴക്കത്തോടെ ആരംഭിക്കുകയും ഇതിപ്പോൾ ഒരു വലിയ അഴിമതിക്കുള്ള വഴിയായി തുറന്ന് വരികയും ചെയ്തു. ഈ LDFൻ്റെ കാലത്തും UDFൻ്റെ കാലത്തും ഇത് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതിന് പകരം ഇപ്പോൾ ഒരു മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ ആൾ വേണം. നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് സർവീസിൽ ഇഷ്ടം പോലെ ആളുകൾ എക്സസ്സാണ് പല ഡിപ്പാർട്ട്മെൻറ്റിലും. ചില സ്ഥലത്ത് ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് ഈ എക്സസ് സ്റ്റാഫുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ മന്ത്രി ഓഫീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. സർവീസ് ഓർഗനൈസേഷൻ വഴി അങ്ങനെ ശ്രമിക്കുന്ന നിരവധി ആളുകളുമുണ്ട്. മന്ത്രി ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷൻ പോയാൽ ഇല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ഒഴിവാക്കാം. 2 അതിന് ഒരു ഡെപ്യൂട്ടേഷൻ അലവൻസ് കിട്ടും. പിന്നെ മന്ത്രി ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്ലാമർ, ഇതൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര്
അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട്. അവരാണെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്ത് പരിചയസമ്പന്നരുമാണ്, ക്വാളിഫൈഡാണ്. അവരെ PSC ടെസ്റ്റൊക്കെ നടത്തിയെടുത്ത ആളുകളാണ്, ഒരു കേപ്പബിളാണ്. മന്ത്രിയുടെ ഓഫീസിൽ കൃത്യമായി പ്രവർത്തനം നടത്തണം എന്നാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെയുള്ളവരെ പരമാവധി എടുത്തതിന് ശേഷം പോരാത്തതിന് പുറത്തുനിന്ന് 1-2 പേരെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കുന്നതുകൊണ്ട് കുറ്റമില്ല. ഇപ്പോൾ കുക്കായിട്ട് മുമ്പൊരു മന്ത്രി മകൻ്റെ ഭാര്യയെ വീട്ടിൽ കുക്കായിട്ട് നിയമിച്ചു 2 കൊല്ലത്തേക്ക്. പിന്നീട് അവൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഗസറ്റഡ് റാങ്കിലാണ് നിയമിച്ചിരിക്കുന്നത് കുക്കിന്. അതെ. അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള ആഭാസങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നു. ഞാൻ ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല. LDF ഗവൺമെൻറ് കാലത്തായത്. CPM-ന്റെ പോളിസി എന്ന് പറയുന്നത് അവർ പണ്ട് രക്തരൂക്ഷിത വിപ്ലവം നടത്തി ജനങ്ങളെ മുഴുവൻ സമ്പന്നരാക്കാനാണല്ലോ അവർ ശ്രമിച്ചിരുന്നത്. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ രക്തരഹിത വിപ്ലവം നടത്താനായിട്ടായിരിക്കും ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല സുജാത്, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, 2 വർഷം വർക്ക് ചെയ്താൽ മതി ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട്. 2 വർഷം വർക്ക് ചെയ്താൽ മതി, അയാൾക്ക് ഫുൾ പെൻഷൻ കിട്ടും. പിന്നെ ബാക്കിയുള്ള 2 വർഷം 3 വർഷം മറ്റ് വേറെ അയാൾക്ക് എന്ത് ജോലിക്ക് വേണം പോവാം. അല്ല, ഈ ബാക്കി 3 പേർക്ക് പുതിയ ആൾക്കാര് അടുത്ത ഒരു ബാച്ച് വരികയാണ്, അവർക്കും അപ്പോൾ ഒരു മന്ത്രിയുടെ പീരീഡിനുള്ളിൽ 50 പേർക്ക് മിനിമം 30 പേരെയൊക്കെയാണ് ഒരു സ്റ്റാഫിൽ എടുക്കുന്നത്. 60 പേരെ ഈ തരത്തിൽ അനധികൃത കൊള്ളയാണിത് നടക്കുന്നത്. ഇത് നിയമനത്തിൻ്റെ പേരിലും സർവീസിൻ്റെ പേരിലും നടക്കുന്ന പകൽക്കൊള്ള, രാഷ്ട്രീയ കൊള്ളയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തി സതീശൻ ഗവൺമെൻറ് കാണിക്കുകയാണെങ്കിൽ അത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ്. അത് ഈ സുജാതൻ, ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം ഇത് മുഴുവൻ എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിയമനമാണ് പേഴ്സണൽ സ്റ്റാഫിലേക്ക്. എന്താ പറയണ, 10ാം ക്ലാസ് പാസ്സാകാത്തവനായിരിക്കും ഡെപ്യൂട്ടി സെക്രട്ടറി തസ്തികയിലേക്ക്. ഇപ്പോൾ ഈ പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു CM രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അയാളെ എല്ലാവരും CM എന്ന് മാത്രമേ വിളിക്കുള്ളായിരുന്നു. പഴയ 10ാം ക്ലാസ്സും ഗുസ്തിയും കണ്ടു പറ്റാൻ തോന്നുന്നു. അയാള് വടകരയും കണ്ട് ഇതൊരു മാടക്കടയിൽ കച്ചവടക്കാരനായിട്ട് ഇരുന്ന ആളാണ്. അയാളെ ചുറ്റിപ്പറ്റി ആ സ്വർണ്ണക്കള്ളക്കടത്ത് കാലത്ത് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അഡീഷണൽ സെക്രട്ടറി എന്നൊക്കെ ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്ത് കടന്നുകൂടും ഈ തരത്തിൽ. അപ്പോൾ ഇത് ശരിക്കും കറപ്ഷനാണ്, പകൽ കൊള്ളയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയാണ് ഈ പുതിയ ഗവൺമെൻറ് കാണിക്കേണ്ടത്. ഇപ്പം ഈ സതീശൻ അദ്ദേഹത്തിന് വേണ്ട കാറുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. 2 കാറോ ഒറ്റ മതി, ഒരു എസ്കോട്ട് കാറും ഒരു പൈലറ്റ് കാറും മതി, എൻ്റെ കാറും, അങ്ങനെ 3 കാറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മന്ത്രിമാർക്കും 3 കാർ വരെ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ പേഴ്സണൽ സ്റ്റാഫ് ഈ കാറുകളേക്കായും കൂടുതൽ ദുരിതം കേരളത്തിൻ്റെ ട്രഷറിയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അവർ ഈ ലിമിറ്റ് ചെയ്യണം, റീഡിപ്ലോയ് ചെയ്യണം. സുജാതൻ പറഞ്ഞില്ലേ, അഡീഷണൽ സ്റ്റാഫുണ്ട്, ഇഷ്ടംപോലെ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. ക്ലർക്കുമാരായിട്ടും LD ക്ലർക്കുമാരായിട്ടും UD ക്ലർക്കുമാരായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഈ സർവീസ് സംഘടനകൾ വഴി, ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകളെ ഉപയോഗിക്കാം, മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗിൻ്റെ സർവീസ് സംഘടനകളെ ഉപയോഗിക്കാം. അവരോടൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പിടിച്ച് ഓരോ മന്ത്രിക്കും വേണ്ട പേഴ്സണൽ സ്റ്റാഫിന് 2-3 എന്താ പറയുക പേര് അയച്ചു കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്കും ജോലി കിട്ടും, അവർക്ക് ജോലി അറിയാം എന്താ ചെയ്യേണ്ടത്. അതെ. അപ്പോൾ ഇത് ജോലി നടക്കണമെന്നല്ല, ഇഷ്ടക്കാരെ സഹായിക്കാനുള്ള ഒരു അവസരം ദുരുപയോഗം ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സതീശൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കും. അത് അവസാനിപ്പിക്കുമെങ്കിൽ നമ്മളൊരു നിർദ്ദേശമായി ഗവൺമെൻറ് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ ആശയം. ഇത് ഗവൺമെൻറ് ഇതിനെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിച്ചത് ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ നാട്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സുഹൃതമായിരിക്കും. ഷുവർ. ഓക്കെ സുജാതൻ, ഓക്കെ.